Module 4 The Long Dark Shadow of Bhopal, Still Waiting for Justice, 4 Decades On by Judah Passo and Tim Edwards. ആ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ദ ഗാർഡിയൻ എന്നുള്ള ആ ഒരു പേജിൽ വന്ന ആർട്ടിക്കിളാണ്. ഇറ്റ് ഇസ് മോർ ദാൻ 2 years ഓൾഡ്. ഈ ആർട്ടിക്കിൾ 2 വർഷമായിട്ട്, അതായത് 2023 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വെനസ്ഡേ 14 ജൂണിൽ ജൂഡ പാസോയും അതുപോലെ തന്നെ ടിം എഡ്വേർഡ്സും ആണിത് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ കുറിച്ചാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്താണെന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഭോപ്പാലിൽ, മധ്യപ്രദേശിലുള്ള ഭോപ്പാലിൽ ഡിസംബർ 2-3, അതായത് ഡിസംബർ 2 അല്ലെങ്കിൽ ഡിസംബർ 3 ആ ഒരു സമയത്ത് 1984 ഹാപ്പൻ ചെയ്തത്. ഡിസാസ്റ്റർ ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റിലായിരുന്നു ഹാപ്പൻ ചെയ്തത്. കീടനാശിനി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന്റിൽ, അതായത് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പ്ലാന്റിലാണ് ഇത് ഹാപ്പൻ ചെയ്തത്. ഈ ഒരു ഫാക്ടറി ലേറ്റ് 1970s പെസ്റ്റിസൈഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പം ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, അതായത് അഗ്രികൾച്ചറൽ ഡിമാൻഡ് കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫാക്ടറി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് അത് ഡിസംബർ 2 അല്ലെങ്കിൽ 3 എന്നുള്ള ആ ഒരു ടൈമിൽ മീഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള ഡെഡ്ലി ഗ്യാസ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ലീക്ക് ഔട്ടായി. ഈ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആൻഡ് വളരെ വോളട്ടൈൽ ആയിട്ടൊരു കെമിക്കലായിരുന്നു. അത് ഈ പെസ്റ്റിസൈഡ് പ്രൊഡക്ഷനിൽ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത് വളരെ വയലൻ്റ് ആയിട്ടായിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത്, ഹീറ്റ്. അങ്ങനെ പോയിസണസ് ആയിട്ടുള്ള സ്മോക്ക് അല്ലെങ്കിൽ ഫ്യൂംസ് ഇത് പ്രൊഡ്യൂസ് ചെയ്തു. പുവർലി ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഈ ഒരു പ്ലാന്റിൽ വളരെ പുവറായിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ആൻഡ് ഈ പിന്നെന്താണ്, ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോൾ, ഡിസംബർ 2 മിഡ് നൈറ്റ് ആയപ്പോൾ 40 ടൺ ഓഫ് ഈ ഒരു മീതോ ഐസോസൈനേറ്റ് ഗ്യാസ് ലീക്ക് ഔട്ടായി സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വളരെ പെട്ടെന്ന് സ്പ്രെഡായി. എന്നിട്ട് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ആയിരുന്നു. ആൻഡ് എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞില്ല. ചോക്ക് ചെയ്ത് ഇതെല്ലാം കണ്ണെല്ലാം ഭയങ്കരമായിട്ട് നീറി ഇവർ എഴുന്നേറ്റു. ഒരുപാട് പേര് ഓടാൻ നോക്കി, പക്ഷേ എല്ലാവരും സ്ട്രീറ്റിൽ കൊളാപ്സ് ചെയ്ത് വീണു. വിത്തിൻ അവേഴ്സ് 3000 പീപ്പിൾ മരിച്ചു. 5 ലക്ഷത്തിൽ പരം ആളുകൾ ഈ ഗ്യാസിന് എക്സ്പോസ്ഡ് ആയി. അങ്ങനെ 15,000 to 20,000 ആളുകളാണ് ഇതിന് മരിച്ചത്. ലോങ് ടേം ഹെൽത്ത് കോംപ്ലിക്കേഷൻസും ആളുകൾക്കുണ്ടായിരുന്നു. റെസ്പിറേറ്ററി പ്രോബ്ലംസും ബ്ലൈൻഡ്നെസ്സും റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ്, ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ് ആയി, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്. ആൻഡ് നോട്ട് ഓൺലി ഇറ്റ് അഫക്റ്റഡ് ഹ്യൂമൻ ബീങ്സ് ബട്ട് ഓൾസോ ലൈഫ് സ്റ്റോക്കിനെയും ട്രീസിനെയും ക്രോപ്സിനെയും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്തു. ആ ഒരു ലാൻഡ്, ആ ഒരു സ്ഥലത്തുള്ള ക്രോപ്സ് എല്ലാം പെരിഷ്ഡ് ആയിട്ട് മാറി. ആ ലാൻഡ് ഇൻഹാബിറ്റബിൾ ആയിട്ട് കുറേ വർഷത്തേക്ക് ഉപയോഗിച്ചിരുന്നില്ല. ആളുകൾ ആരും ഇവിടെ താമസിച്ചതുമില്ല. അപ്പം യൂണിയൻ കാർബൈഡ് ശരിക്കും പറഞ്ഞ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി ഈ റെസ്പോൺസിബിലിറ്റി ആദ്യമേ ഡിനൈ ചെയ്തിരുന്നു. അതൊരു വർക്കറിൻ്റെ എന്തോ ഒരു കൈൻഡ് ഓഫ്, അതായത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ കയ്യിലുള്ളൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു. 1989 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു. അതായത് ഒരു സെറ്റിൽമെൻറ്റ് $470 million സെറ്റിൽമെൻറ്റ് ഈ UCC എന്നുള്ള ഫാക്ടറി സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ആൻഡ് 2001 ഡൗ കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി യൂണിയൻ കാർബൈഡിനെ പർച്ചേസ് ചെയ്തു. പക്ഷേ ആ ഡിസാസ്റ്ററിൻ്റെ ലയബിലിറ്റി ഈ പുതിയ കമ്പനി ഏറ്റെടുക്കാൻ നിന്നില്ല. അങ്ങനെ ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ക്യാമ്പയിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സർവൈവർ ഗ്രൂപ്പ്സ്, ആക്ടിവിസ്റ്റുകളെല്ലാം ഈ ടോക്സിക് വേസ്റ്റ് ക്ലീനപ്പ് ചെയ്യണമെന്നും ആഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ എഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കണമെന്നും പറഞ്ഞു. ടോക്സിക് കെമിക്കൽസ് ഇപ്പോഴും ബറീഡ് ആയിട്ട് തന്നെ കിടക്കുവാണ്. ആ ഫാക്ടറി സൈറ്റ് അബാൻഡൻഡ് ആണ്. ഗ്രൗണ്ട് വാട്ടർ എല്ലാം കണ്ടാമിനേറ്റഡ് ആയി. ആൻഡ് ന്യൂ ജനറേഷൻസിനെയൊക്കെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്തിരുന്നു. കുട്ടികൾക്ക് ബർത്ത് ഡിഫക്റ്റോട് കൂടിയാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കൂടിയാണ് കുട്ടികളെല്ലാം ജനിച്ചത്. അപ്പം ഇറ്റ് ഇസ് നോട്ട് ഫുള്ളി റീഹാബിലിറ്റേറ്റഡ് കേട്ടോ ആ ഒരു സ്ഥലം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ്റെ ഡേഞ്ചറാണ് കാണിക്കുന്നത്. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം വളരെ വീക്കായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസിന് വഴിയൊരുക്കി. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 കൊണ്ടുവന്നു. ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി നോംസും ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ള. ദ ലോങ് ഡാർക്ക് ഷാഡോ ഓഫ് ഭോപ്പാൽ, സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ, അതായത് ദ വിക്ടിംസ് ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ജസ്റ്റിസ്. 40 വർഷം കഴിഞ്ഞിട്ട് പോലും. അപ്പോൾ 1984 ഈ കെമിക്കൽ പ്ലാന്റിൽ നിന്ന് പോയിസണസ് ഗ്യാസ് ലീക്ക് ഔട്ട് ആയത്. 10,000 പീപ്പിൾ, 15,000, 20,000 പീപ്പിൾ മരിച്ചു. കുട്ടികളെ പോലെ എഫക്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ യൂണിയൻ കാർബൈഡ് ഇതുവരെയും അവർ ആ ഒരു കണ്ടാമിനേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തിട്ടില്ല.
അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയ ജൂഡ പാസോ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം അതായത് ഒരു വർഷത്തോളം ഇവിടെ താമസിച്ച് ആ വിക്ടിംസിൻ്റെ ലൈഫിനെ കുറിച്ചും ആ ഡിസാസ്റ്റർ ഹാപ്പൻ ചെയ്തതിനെക്കുറിച്ച് ഫോട്ടോഗ്രാഫ്സും റെക്കോർഡിങ്സും ഒക്കെ അദ്ദേഹം കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ആഫ്റ്റർ ദ മിഡ് നൈറ്റ് ഓൺ 2 December 1984 യൂണിയൻ കാർബൈഡിലെ ഒരു സ്റ്റോറേജ് ടാങ്ക് പൊട്ടി കെമിക്കൽ പ്ലാന്റ്സിൽ, അതായത് മീഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള ഗ്യാസ് ലീക്ക് ഔട്ടായി. ഈ പ്ലാന്റ് മധ്യപ്രദേശിലായിരുന്നു. 6 സേഫ്റ്റി സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിരുന്നു ഒരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാൻ. പക്ഷേ അതൊന്നും ഓപ്പറേഷണൽ ആയിരുന്നില്ല, അതൊന്നും വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല. 27 tons ഓഫ് MIC ഗ്യാസ് ആണ് സ്പ്രെഡ് ആയത്. സിറ്റി നൈറ്റ് ആയതുകൊണ്ട് സ്ലീപ്പിംഗ് ആയിരുന്നു എല്ലാ ആളുകളും. അപ്പം ഒരു എഞ്ചിനീയർ വാട്ടർ ഫ്ലഷ് ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു, സീരീസ് ഓഫ് വാൽവ് ഫെയിലായി. ഞാൻ പറഞ്ഞില്ല, മീഥൈൽ ഐസോസൈനേറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ വെള്ളം 3 സ്റ്റോറി ടാങ്ക്സിൽ നിന്ന്, അതായത് 3 സ്റ്റോറി ടാങ്ക്സിന് ഈ ടോക്സിക് കെമിക്കൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. വെള്ളവുമായിട്ടും കൂടെ കലർന്നപ്പോഴത്തേക്കും അങ്ങനെ റാപ്പിഡ് ആൻഡ് വയലന്റ് റിയാക്ഷൻ ആയിട്ട് മാറി. കാരണം ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയേഴ്സിന് പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നു, ഇതിൻ്റെ ആ ഒരു ഡേഞ്ചേഴ്സ് എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല ഈ കെമിക്കൽസിൻ്റെ. അപ്പോൾ ഒരു ടാങ്ക് എല്ലാം ഷാറ്റേർഡായി, അതിൻ്റെ കോൺക്രീറ്റ് എല്ലാം എന്ത് ചെയ്ത് പൊട്ടി തകർന്നു. അങ്ങനെയാണ് MIC ഹൈഡ്രജൻ സയനൈഡ് പോലെയുള്ള കെമിക്കൽസ് റിലീസ്ഡായി മാറിയത്. അപ്പം ഭോപ്പാലിലെ ടോക്സിക് ക്ലൗഡ് ബ്ലാങ്കറ്റ് ചെയ്തു. പീപ്പിൾ ബിഗാൻ ടു ഡൈ. അസീസ സുൽത്താൻ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അദ്ദേഹം, അതായത് ഫോട്ടോഗ്രാഫർ, നമ്മുടെ അവിടെ ഉള്ള വിക്ടിംസിൻ്റെയും സർവൈവേഴ്സിൻ്റെയും ഒക്കെ റെക്കോർഡിങ്സ് എടുത്തിരുന്നു. അപ്പോൾ അസീസ സുൽത്താൻ എന്ന് പറഞ്ഞൊരു സർവൈവർ റിമെമ്പർ ചെയ്യുന്നു. 12:38 കുഞ്ഞ് ചുമയ്ക്കുന്നത് കേട്ടിട്ടാണ് എഴുന്നേറ്റത്. ഹാഫ് ലൈറ്റിൽ ഫുള്ള് വൈറ്റ് ക്ലൗഡായി മാറി ആ റൂം. അവരത് കണ്ടു. ഒരുപാട് പേര് ഷൗട്ട് ചെയ്യുന്ന കണ്ടു, ഓടാൻ പറഞ്ഞ് റൺ എന്നും പറഞ്ഞ്. ദെൻ ഷീ സ്റ്റാർട്ടഡ് കഫിങ്. അപ്പം ഫയർ ബ്രീത്ത് ചെയ്യുന്ന കണക്കും കണ്ണുകളെല്ലാം എരിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ചമ്പാദേവി ശുക്ല എന്ന് പറഞ്ഞ മറ്റൊരു സർവൈവർ പറയുന്നതെന്ന് വെച്ചാൽ ആരോ നമ്മുടെ ദേഹത്ത് റെഡ് ചില്ലീസ് ഇട്ട പോലെയായിരുന്നു. നമ്മുടെ കണ്ണുനീര് പോലും ഭയങ്കര എരിഞ്ഞാണ് വന്നത്. നോസസ് വെയർ വാട്ടറിങ്, മൂക്കിൽ നിന്ന് വെള്ളം വന്നു, കണ്ണിൽ നിന്ന് വെള്ളം വന്നു, വായിക്കകത്തുനിന്ന് പത വന്നു, ഫ്രോത്ത് വന്നു. കഫിങ് വളരെ ബാഡായിട്ട് കഫ് ചെയ്യാൻ തുടങ്ങിയ ആളുകളെല്ലാം. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു അത്. ചിലർ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ചിലർ ഒന്നും ഇടാതെ ഓടിക്കളയെന്ന് വെച്ചാൽ അത്രയ്ക്ക് വെപ്രാളം കാണിച്ചു ആളുകൾ. സോ ദേ ജസ്റ്റ് റാൻ എന്നാണ് പറഞ്ഞത്. ആർക്കും അറിയത്തില്ല വാട്ട് വാസ് ഹാപ്പനിങ്. എല്ലാവരും ഭയങ്കര വല്ലാത്ത രീതിയിൽ ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. ചിലർ അൺകൺട്രോളബിൾ ആയിട്ട് വൊമിറ്റ് ചെയ്തു. ചിലർ കൺവൾഷൻസ് വന്ന് ഡ്രോപ്പ് ഡെഡ് ആയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മരിച്ചു വീണു. ചിലരെന്താണ് ചോക്ക് ചെയ്ത് അവരുടെ ഓൺ ബോഡി ഫ്ലൂയിഡ്സിൽ ഡ്രൗൺ ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. ചിലർ സ്റ്റാമ്പേഡ്സിൽ, അതായത് ഈ കൂട്ടത്തോടെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചതഞ്ഞരിഞ്ഞ് മരിച്ച ആളുകളുണ്ട്. പിന്നെന്താണ് അതായത് ക്രൗഡ്സ് എല്ലാം തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. കുട്ടികളും ആണെങ്കിലും പേരൻസ് ആണെന്നുണ്ടെങ്കിലും ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം റിപ്ഡ് അപ്പാർട്ടായി. അതായത് കുട്ടികൾക്ക് അച്ഛനെയും അമ്മയെ കാണാൻ പറ്റുന്നില്ല, അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും കൂടെ വെപ്രാളപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ MIC എന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനി ആയതുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ MIC റിലീസ്ഡ് ആയപ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പെസ്റ്റിസൈഡ് പ്ലാന്റിൽ നിന്ന് MIC റിലീസ്ഡ് ആയപ്പോൾ, ഈ MIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഹെയിൽ ചെയ്ത വളരെ കൊറോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആണ്. 500,000 പീപ്പിൾ ഇതിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. 25,000 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 150,000 പീപ്പിൾ സ്റ്റിൽ സഫർ ഫ്രം ദ ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ദി ആക്സിഡന്റ്. കിഡ്നി പ്രശ്നങ്ങൾ, ലിവർ പ്രശ്നങ്ങൾ, ക്യാൻസർ, ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം യൂണിയൻ കാർബൈഡ് ഷട്ട് ഡൗൺ ചെയ്തെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ക്ലീനപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പോയിസണിങ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പൽ വർക്കേഴ്സാണ് ബോഡീസ് കളക്ട് ചെയ്ത് അവർ ലോറിക്കകത്തൊക്കെ ഇട്ട് മാസ്സായിട്ടാണ് ബറി ചെയ്തത്. 15,000 കോപ്സ് അതായത് ഡെഡ് ബോഡീസ് അവർ ഹാൻഡിൽ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെന്താണ് 8,000 പീപ്പിളെങ്കിലും ഫസ്റ്റ് വീക്കിൽ മരിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. മരണം അതുകൊണ്ട് നിന്നില്ല. റഷീദ ബി എന്ന് പറഞ്ഞൊരു സർവൈവറിന് അവരുടെ ഫാമിലിയിൽ 5 പേരാണ് ക്യാൻസർ വന്ന് മരിച്ചത് 30 വർഷത്തിൽ. എസ്കേപ്പ് ചെയ്ത ആളുകളെയാണ് ഇവർ അൺലക്കി വൺസ് എന്ന് വിളിക്കുന്നത്. കാരണം അവർ അന്ന് തന്നെ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. പിന്നീട് അവർ കിടന്ന് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളും റെസ്പിറേറ്ററി പ്രോബ്ലംസും ഒക്കെ വന്ന് പിന്നീട് വളരെ ദുരിതം വെച്ച്, അല്ലെങ്കിൽ വളരെ വല്ലാത്ത രീതിയിലാണ് പിന്നെ ആളുകളെല്ലാം മരിച്ചു വീണത്. സോ ലക്കി വൺസ് ആർ ദോസ് ഹു ഡൈഡ് അറ്റ് ദാറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത്. അന്ന് മരിച്ച ആളുകൾ ലക്കിയാണ്, ആ രാത്രി തന്നെ മരിച്ച ആളുകൾ. ആൻഡ് യൂണിയൻ കാർബൈഡ് ഷട്ട് ഡൗൺ ചെയ്തു. പക്ഷേ അത് ക്ലീനപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് പോയിസൺ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. 1999 ഗ്രൗണ്ട് വാട്ടർ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി. വെൽ വാട്ടർ എല്ലാം ടെസ്റ്റ് ചെയ്തു. അതിനകത്തെല്ലാം മെർക്കുറിയുടെ ലെവല് 6 മീറ്റർ ടൈംസ് എന്താണ് ഗ്രേറ്റർ ആയിട്ട് മാറി. പിന്നെ കെമിക്കൽസ് വാട്ടറിനകത്തുണ്ടായിരുന്നു. ക്യാൻസർ, ബ്രെയിൻ ഡാമേജ്, ബർത്ത് ഡിഫക്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന ട്രൈക്ലോറോത്തീൻ എന്നുള്ളൊരു കെമിക്കൽ
ഫീറ്റൽ ഡെവലപ്മെൻറ്റിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന അങ്ങനത്തുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിനകത്ത്. അതുപോലെ തന്നെ എന്താണ് 2002 റിപ്പോർട്ടിനനുസരിച്ച് പോയിസൺസ്, അതായത് ഒരുപാട് പോയിസൺസ് ആ ലാൻഡിലും ആ എയറിലും ആ വാട്ടറിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ക്ലോറോഫോം, ലെഡ്, മെർക്കുറി പോലുള്ള കാര്യങ്ങൾ വിമന്റെ ബ്രസ്റ്റ് മിൽക്കിൽ പോലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 2001 ഒരു മിഷിഗൻ ബേസ്ഡ് ഡൗ കെമിക്കൽ കമ്പനിയാണ് യൂണിയൻ കാർബൈഡ് വാങ്ങിച്ചത്. അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഒന്നും അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഭോപ്പാൽ സൈറ്റ് ക്ലീനപ്പ് ചെയ്യാനും അവർ റെഫ്യൂസ് ചെയ്തു. സേഫ് ഡ്രിങ്കിങ് വാട്ടറോ അല്ലെങ്കിൽ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കാനോ ഒന്നും ഇവർ തയ്യാറായില്ല. അപ്പം ഭോപ്പാൽ ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റയൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതായത് ലാസ്റ്റിംഗ് എഫക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ അതൊരു ട്രേഡ് സീക്രറ്റ് പോലെ ഈ ഡൗ കമ്പനി ഹോൾഡ് ബാക്ക് ചെയ്തു. യൂണിയൻ കാർബൈഡ് ഭോപ്പാൽ ഫാക്ടറി 1970s ബിൽഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് സെയിൽസ് നടന്നില്ല. ഇന്ത്യൻ ഫാർമേഴ്സ് എന്ന് പറയുന്ന ആ സമയത്ത് ഡ്രൗട്ടും ഫ്ലഡും കാരണം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് പൈസ ഇല്ലായിരുന്നു ഈ പ്രോഡക്ട്സ് മേടിക്കാൻ വേണ്ടി. അങ്ങനെ 50 years ബിഫോർ ദ ഡിസാസ്റ്റർ കാർബൈഡ് കമ്പനി, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്നത് ഈ ഹൈലി ടോക്സിക് കെമിക്കൽ വേസ്റ്റ് അവരുടെ ഫാക്ടറിക്ക് ഉള്ളിലും അകത്തുമായിട്ടും റൂട്ടീനായിട്ട് ഡംപ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാരും അറിഞ്ഞില്ല. തൗസൻഡ്സ് ഓഫ് ടൺസ് ഓഫ് പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ബൈ പ്രോഡക്ട്സും എല്ലാം ആ പ്ലാന്റിൻ്റെ 6 hectare ലാൻഡിൽ 16 acre ലാൻഡിനകത്ത് അതുണ്ടായിരുന്നു. ഇവാപ്രേഷൻ പോണ്ടുകളെല്ലാം എന്താണ് ഫിൽഡ് വിത്ത് തൗസൻഡ്സ് ഓഫ് ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് വേസ്റ്റ്. ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഒരിക്കലും ഈ പ്ലാന്റ് റീച്ച് ചെയ്തില്ല. പിന്നെ 1980s ആയപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തു. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡേഞ്ചറസ് കെമിക്കൽസ് ആ സൈറ്റ് തന്നെ ഇട്ടിരുന്നു. ഈ 3 huge സ്റ്റീൽ ടാങ്ക്സ് കണ്ടിന്യൂ ടു ഹോൾഡ് മോർ ദാൻ 60 tons ഓഫ് MIC. ഈ MIC എന്നുള്ള കെമിക്കൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗ്യാസാണ്. സേഫ്റ്റി സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് പോയതായെന്നാണ് പറയുന്നത്. ഫാക്ടറി മാനേജേഴ്സും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു, അതുകൊണ്ട് ഒരു ത്രെട്ടും ഇല്ലെന്നും പറഞ്ഞിട്ടാണ് അവരെല്ലാം നിന്നത്. അതായത് ഈ കമ്പനി അടച്ചുപൂട്ടി, കെമിക്കൽസ് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ റെയിൻ ഉണ്ടല്ലോ, ആ സമയത്ത് മൺസൂൺ സീസൺ ആയിരുന്നു. മഴ പെയ്തപ്പോൾ ഈ കെമിക്കൽ വേസ്റ്റ് ഇവാപ്രേഷൻ ഫോണ്ട് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടോക്സിൻസ് എല്ലാം സോയിലിലോട്ട് പെനട്രേറ്റ് ചെയ്തു. അണ്ടർഗ്രൗണ്ട് ചാനൽസിലും എല്ലാം വന്നു. വെള്ളവും കിണറിലെ വെള്ളവും എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറി. അങ്ങനെ യൂണിയൻ കാർബൈഡ് 1989 ഒരു സീക്രട്ട് ടെസ്റ്റ് അവർ തന്നെ നടത്തി. ഭോപ്പാൽ അപ്പം കമ്പനി കൺക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ സൈറ്റ് ലീഥലി കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറി. ഗ്രൗണ്ട് വാട്ടറിനകത്ത് മീനിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് ചത്തുപോകും. ഒരുപാട് സാമ്പിൾസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെല്ലാം പോയിസണസ് ആയിരുന്നു. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ ടോക്സിസിറ്റിക്ക് കണ്ടമാനം പ്രൂഫ് ഉണ്ടായിരുന്നിട്ട് പോലും ലോക്കൽ പീപ്പിളിനെ ഈ യൂണിയൻ കാർബൈഡ് ഫാക്ടറിക്കാർ നോട്ടിഫൈ ചെയ്തില്ല, വെള്ളം അൺസേഫ് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ല. എന്നിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആരെങ്കിലും കൺസേൺ വോയിസ് ചെയ്താൽ അവരെ ട്രബിൾ മേക്കേഴ്സായിട്ട് ഈ കമ്പനി തന്നെ അങ്ങ് ഡിസ്മിസ് ചെയ്യുമായിരുന്നു. അതായത് അവരങ്ങനെ ആ ഒരു ഇമേജേ കൊടുക്കത്തുള്ളായിരുന്നു. 1999 ആയപ്പോഴാണ് ഈ കണ്ടാമിനേഷൻ്റെ ഇത് എക്സ്പോസ്ഡ് ആയത്. ഗ്രീൻ പീസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു സീരീസ് ഓഫ് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സോയിലും വാട്ടറും എല്ലാം പ്ലാന്റും എല്ലാം കണ്ടാമിനേറ്റഡ് ആണെന്നും ഹെവി മെറ്റൽസിൻ്റെ ആ ഒരു പോയിസൺ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ അതിനകത്തുണ്ടെന്നും ബോഡിക്കകത്ത് അത് അക്യുമുലേറ്റ് ആവുമെന്നും കണ്ടുപിടിച്ചു. ഈ ആരാണ്? ഗ്രീൻ പീസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അവർ എൻവയോൺമെന്റലിസ്റ്റുകളുടെ ആ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ 2002 ഒരു ഫോളോ അപ്പ് സ്റ്റഡി വന്നു. അതിനകത്ത് മെർക്കുറിയും ലെഡിൻ്റെയും ഒക്കെ സ്ത്രീകളുടെ ബ്രസ്റ്റ് മിൽക്കിൽ പോലും കണ്ടാമിനേഷൻ കണ്ടെത്തി. അതുപോലെ തന്നെ എന്താണ് ഇതിൽ നിന്നും, അതായത് ബർത്ത് ഡിഫക്റ്റ് ഉള്ള കുട്ടികളും റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ സ്ത്രീകൾക്ക് വരാൻ തുടങ്ങി. പിന്നെന്താണ്, പക്ഷേ ഈ യൂണിയൻ കാർബൈഡ് ആണെങ്കിലും അതിൻ്റെ പേരൻറ്റ് കമ്പനി ഡൗ എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 1989 യൂണിയൻ കാർബൈഡ് ഒരു പാർഷ്യൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് നടത്താൻ ശ്രമിച്ചു. $470 million പേ ചെയ്യാം കോമ്പൻസേഷൻ ആയിട്ടെന്ന് പറഞ്ഞു. പക്ഷേ വിക്ടിംസ് എന്താണ്, പക്ഷേ വിക്ടിംസുമായിട്ട് കൺസൾട്ട് ചെയ്യുകയോ നെഗോഷിയേഷൻസോ ഒന്നും നടത്തിയിരുന്നില്ല. ഒരു $500 ഈച്ച് 10-9 പേർക്ക് കിട്ടി. അപ്പോൾ അത് 5 വർഷത്തേക്കുള്ളൊരു മെഡിക്കൽ എക്സ്പെൻസിന് മാത്രമുള്ള പൈസയായിരുന്നു ഇവർക്ക് കിട്ടിയത്. ബാക്കി എല്ലാവരും സഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ആൻഡ് 50,000 ഓഫ് ഭോപ്പാലിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ബിക്കോസ് ഓഫ് ദിയർ ഇഞ്ചുറീസ്. ആൻഡ് അവർക്ക് ചില ആളുകൾക്ക് ഫാമിലി മെമ്പേഴ്സ്, ഒറ്റ ഫാമിലി പോലും, അതായത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മരിച്ചുപോയ ആളുകളും ഉണ്ടായിരുന്നു. 1991 ഇന്ത്യാസ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ചാർജ് ചെയ്തു എന്താണ് യൂണിയൻ കാർബൈഡിൻ്റെ ചെയർമാനെയും ചീഫ് എക്സിക്യൂട്ടറിനെയും കൾപ്പബിൾ ഹോമിസൈഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, ചാർജ് ചെയ്തു. 10 വർഷമെങ്കിലും ഇത് കിട്ടേണ്ടതാണ്. പക്ഷേ ട്രയലിൽ പോലും ആരും നിന്നില്ല. എന്താണ് അവരെ എല്ലാം US കോർട്ടിൽ കൊണ്ടുപോയി 3.5 years എന്താണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സെപ്റ്റംബർ 2014, ഫ്യൂ മന്ത്സ് ബിഫോർ ദ 30th anniversary ഓഫ് ദ ഡിസാസ്റ്റർ, ആൻഡേഴ്സൺ
അതായത് ഒരു ബ്രൂക്ലിൻ കാർപ്പൻറ്റിൻ്റെ മകൻ 92 ഇയേഴ്സിൽ മരിച്ചുപോയി ഫ്ലോറിഡയിൽ. അപ്പോൾ യൂണിയൻ കാർബൈഡ് ആണെന്ന് വെച്ചാൽ അവരെല്ലാം മരിച്ചുപോയി. യൂണിയൻ കാർബൈഡ് കൾപ്പബിൾ ഹോമിസൈഡിൽ വെച്ച് ചാർജ് ചെയ്തു. ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാം ഇന്ത്യയിൽ ട്രയൽ നടത്താൻ അവർ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ചാർജസ് ഒന്നും റിസോൾവ് ആയില്ല. പിന്നെ ഡോവും യൂണിയൻ കാർബൈഡ് കമ്പനിയും കൂടി 2001 മെർജ് ചെയ്ത് ഒറ്റ കമ്പനിയായിട്ട് മാറി. പിന്നെ പെൻഡിങ് ക്രിമിനൽ കേസസ് എല്ലാം മാറ്റാൻ വേണ്ടിയുള്ള ഇത് അവർ എന്ത് ചെയ്തു, പ്രൊസീഡ് ചെയ്തു. 6 times അറ്റ്ലീസ്റ്റ് 6 times എങ്കിലും സമ്മൺസ് കിട്ടി ഈ ഡൗ കമ്പനിക്ക് ഭോപ്പാൽ കോർട്ടിൽ അതായത് അപ്പിയർ ആവാൻ. പക്ഷേ 6 നോട്ടീസസ് ഇവർ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇപ്പോഴും എൻവയോൺമെൻറ്റൽ ഡിവാസ്റ്റേഷനിൽ അവർ ലയബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരൊരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. 1989 സെറ്റിൽമെൻറ്റിൽ പോലും എൻവയോൺമെൻറ്റൽ ഡാമേജസ് അവർ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. കണ്ടാമിനേഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലയബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ കമ്പനിയുടെ. അപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വന്നതുകൊണ്ട് ചിലരൊക്കെ പിന്മാറുന്ന, അതായത് കമ്പനിയുടെ തന്നെ ഷെയർ ഹോൾഡേഴ്സൊക്കെ പിന്മാറിയിട്ടുണ്ട്. പക്ഷേ ഡൗ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു US ലോ സ്യൂട്ടിൽ ഇതെല്ലാം സെറ്റിൽ ഔട്ട് ചെയ്തു. ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ആ ലയബിലിറ്റി അവർ ഏറ്റെടുത്തിട്ടില്ല. സോ അപ്പം ഒരുപാട് ഡെമോൺസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ 34th ആനിവേഴ്സറി 2018 34th ആനിവേഴ്സറി ആയിരുന്നു ഈ ഒരു ഗ്യാസ് ഡിസാസ്റ്ററിൻ്റെ. ഭോപ്പാലിലെ ആളുകളെല്ലാവരും കൂടെ അതായത് വി വോണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കിയെങ്കിലും ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നടത്തിയെങ്കിലും അവർക്കൊരു ഇതും കിട്ടിയിട്ടില്ല, കോമ്പൻസേഷൻസും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്.